ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ولا تمشي في الأرض مرحا إن الله لا يحب كل مختال فخور. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് മനുഷ്യരിൽ പലരും സമ്പന്നരാണ്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകുന്ന വീട്, വാഹനം, ജോലി, കുടുംബം, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അനുഗ്രഹങ്ങൾക്ക് മറ്റിൽ പലർക്കും അള്ളാഹു കൊടുക്കാത്ത പലതും കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷെ എത്രയൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും, എത്രമാത്രം അറിവുകൾ നമ്മൾ നേടുന്നുണ്ടെങ്കിലും, പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് കടന്നു വരുന്ന ഒരു ദുസ്വഭാവമാണ് ഈഗോ ഉണ്ടാവുക, വാശി ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഒരു മനുഷ്യന് വാശിയും ഈഗോയും കടന്നു വരുന്നതോടുകൂടി അവൻ ജനങ്ങളുടെ മുൻപിലും അള്ളാഹുവിന്റെ മുൻപിലും ഏറ്റവും വലിയ മോശക്കാരനായി മാറും. ഇന്ന് അതുകൊണ്ട് തന്നെ എല്ലാ രംഗത്തും ആ ഈഗോ ഉണ്ട്. തൊഴിലാളി മുതലാളിമാർക്കിടയിൽ, അവനവന്റെ ജോലി സ്ഥലങ്ങളിൽ, കുടുംബത്തിൽ, എന്ത് മതസംഘടനകളിൽ പോലും ഇന്ന് ഈഗോയാണ് പല ആളുകൾക്കിടയിലും വേർതിരിവുണ്ടാക്കുന്നതും ശത്രുതയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും. ഇത്തരത്തിലുള്ള ആളുകൾ ഒരു കുടുംബത്തിലോ ഒരു നാട്ടിലോ ഉണ്ടെങ്കിൽ എല്ലാ രംഗത്തും അവരൊരു ശല്യക്കാരായിരിക്കും. എല്ലാ വിഷയത്തിലും അവരൊരു വെറുപ്പിക്കൽ മനോഭാവത്തിലായിരിക്കും. ഇല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തുക, തന്നെക്കാൾ മറ്റൊരാൾക്ക് പദവി കിട്ടുമോ എന്ന ആശങ്കയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുക,
എന്നെ ചോദ്യം ചെയ്യുന്നവരോടും അതല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാത്തവരോടും ശത്രുതാ മനോഭാവത്തോടുകൂടി പെരുമാറുക, ആളുകൾക്കിടയിൽ ഈഗോ കാണിക്കാൻ വേണ്ടി പണം ലോൺ എടുത്തിട്ടും കടം വാങ്ങിയിട്ടും ധൂർത്ത് കാണിക്കുക, ഇങ്ങനെ ധൂർത്തിന്റെ പേരിലും ഈഗോയുടെ പേരിലും ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്ന പലരും കുടുംബത്തിലുണ്ട്, സംഘടനകളിലുണ്ട്, മറ്റു പല രംഗത്തും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അത്തരത്തിലുള്ള ഈഗോ ബാധിച്ച മനസ്സുകളെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഒരു മനുഷ്യന്റെ ഈഗോ ഉണ്ടാകുന്നത് ദുരഭിമാനത്തിൽ നിന്നാണ്. എനിക്ക് വേണ്ടപ്പെട്ട പദവി മനുഷ്യരെ തന്നിട്ടില്ല, എനിക്ക് അർഹതപ്പെട്ട അംഗീകാരം എന്റെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നിട്ടില്ല, എനിക്ക് അല്ലാഹു തന്നതൊക്കെ എന്നെ മാത്രം ഇഷ്ടപ്പെട്ട റബ്ബ് തന്നതാണ്, അതുകൊണ്ട് എല്ലാവരും എന്റെ താഴെയാണ്, എന്നെ ബഹുമാനിക്കണം എന്നൊക്കെയുള്ളൊരു ദുരഭിമാനത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈഗോ ഉണ്ടാവുക എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരാളുടെ ഹൃദയത്തിൽ ആ ഈഗോ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ അവന്റെ വിശ്വാസത്തെ അത് തകർക്കും, അവന്റെ ഇബാദത്ത് അത് മലിനമാക്കും. നാളെ റബ്ബിന്റെ മുൻപിൽ വലിയൊരു പരാജയക്കാരനായി ഇത്തരത്തിലുള്ള ഈഗോ, വാശി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വലാ തംശി ഫിൽ അർളി മർഹ, നിങ്ങൾ ഒരിക്കലും ഭൂമിക്ക് മുകളിലൂടെ അഹങ്കാരത്തോടെ നടക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഈഗോ അവന്റെ മനസ്സിൽ കയറിക്കൂടിയാൽ, ദുരഭിമാനം അവന്റെ മനസ്സിൽ കയറിക്കൂടിയാൽ അവന്റെ എല്ലാ രംഗവും മലിനമായി കൊണ്ടിരിക്കും. ഇന്നെന്തുകൊണ്ടാ പലരും ലോണിന്റെ മേഖലയിലെത്തിയത്? എന്തുകൊണ്ടാ പലരും പലിശ ഇടപാടിലെത്തിയത്? ഈഗോ. മറ്റുള്ളവനേക്കാൾ എന്റെ വീടൊന്ന് വലുതാക്കണം, എന്റെ വാഹനമൊന്ന് പവറാക്കണം, മറ്റുള്ളവർക്ക് അസൂയയുണ്ടാക്കുന്ന രീതിയിൽ എനിക്കെന്റെ കുടുംബത്തെ സന്തോഷത്തോടു കൂടി അങ്ങനെ ജീവിപ്പിക്കണം. ദുരഭിമാനമാ മനുഷ്യനെ കടക്കാരനാക്കുന്നത്, ദുരഭിമാനമാ മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കുന്നത്. ആ ദുരഭിമാനികളായ ആളുകളെ അല്ലാഹു തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഒരു ഈഗോ ബാധിച്ച മനസ്സ് എത്രമാത്രം ഭീകരമാണെന്ന് ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലെ ചില ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. സ്വന്തം രക്തത്തിൽ പറന്ന മകളോടാണ് തന്റെ ഭർത്താവിന് കൂടുതൽ സ്നേഹമെന്നും എന്നോട് കാണിക്കേണ്ട സ്നേഹത്തിന്റെ ഭൂരിഭാഗവും ആ പെൺകുഞ്ഞിനോട് ഭർത്താവ് കാണിക്കുന്നുണ്ട് എന്ന ഈഗോ കാരണം ടിഷ്യൂ പേപ്പർ നൊന്ത് പ്രസവിച്ച സ്വന്തം പൈതലിന്റെ വായിൽ തിരികി ഒരു പൊട്ടും തിരിയാത്തൊരു പൈതലിനെ കൊല്ലാൻ അമ്മ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഭീകരമായ ഈഗോ. അത് കുടുംബങ്ങളെ തമ്മിൽ അകറ്റും, ഓരോ വാപ്പാന്റെ മക്കളെ തമ്മിൽ അകറ്റും. ഒരു കുടുംബത്തിലും തറവാട്ടിലും താമസിക്കുന്ന ജ്യേഷ്ഠാനുജന്മാരുടെ ഭാര്യ ഭർത്താക്കന്മാരെയും പിയാപ്രമാരെയും തമ്മിൽ അകറ്റും. അതുകൊണ്ടാണല്ലോ ഉത്തരേന്ത്യയിൽ ദാഹിച്ചു വലഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒരു കിണറിൽ നിന്നും വെള്ളം കുടിച്ചപ്പോ അത് അവർണരായ ആളുകൾക്ക് കുടിക്കാനില്ലാത്തതാണ് എന്നതിന്റെ പേരിൽ അത് കുടിച്ച ചെറുപ്പക്കാരനെ പച്ചക്ക് കത്തിച്ചു കളയുകയും ആ കിണർ മണ്ണിട്ട് തൂർക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈഗോ എന്ന മഹാവിപത്ത് ഇന്ന് ഉത്തരേന്ത്യയിലല്ല, ഇന്ന് നമ്മളിൽ പലരുടെയും മനസ്സിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഈഗോ കാരണമാ പല കുടുംബങ്ങളും തകർന്നത്, ആ ഈഗോ കാരണമാ പല ബന്ധങ്ങളും അലോക്യത്തിലായത്. ഒരിക്കൽ ഹബീബായ നബിത്തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഓർമ്മപ്പെടുത്തി, ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, മൻ കാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിനൽ കിബ്ർ, ഒരു അണുമണിത്തൂക്കം കിബ്ർ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഈ അണുമണിത്തൂക്കം എന്നുള്ളതിന് ഉലമാക്കൾ കൊടുത്ത നിർവചനം, നിങ്ങൾ കത്തിച്ചു വെച്ചിട്ടുള്ള ഒരു വെണ്ണീര്, ആ വെണ്ണീരിൽ നിന്നും നിങ്ങൾക്ക് ഒരു വെണ്ണീർപ്പൊടിയിൽ കണ്ടെത്താനാവാത്ത ആയിരക്കണക്കിന് പൊടികൾ നിറഞ്ഞ ഒരു വെണ്ണീർപ്പൊടിയിലേക്ക് ചേർക്കാൻ പോലും സാധിക്കാത്തത്രയുള്ളത്ര
ഒരു അണുമണി തൂക്കം നിങ്ങളുടെ ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ ലാ യദ്ഖുലുൽ ജന്ന, ഒരിക്കലും ആ കിബറുള്ളവനെ, അഹങ്കാരികളെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, ഫഖാല റജുലുൻ ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബഹു ഹസനൻ. അള്ളാന്റെ പ്രവാചകരെ, ഒരാൾ ഒരു നല്ല വസ്ത്രം ധരിക്കണം, നല്ല കളറുള്ള ഒരു വസ്ത്രം ധരിക്കണം എന്ന് വിചാരിക്കുന്നത് കിബറാണോ? വനഅലഹു ഹസന, നല്ല നിറമുള്ള ഒരു ചെരുപ്പ് ധരിക്കുക, തരക്കേടില്ലാത്ത ഭംഗിയുള്ള ഒരു വസ്ത്രം ധരിക്കുക എന്നത് കിബറിൽപ്പെടുമോ? തിരുദൂതരെ, ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, തീർച്ചയായും ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാ, അതുകൊണ്ട് തന്നെ ഭംഗിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യാഖ്യാനത്തിൽ ഉലമാക്കൾ രേഖപ്പെടുത്തി, യുബാരി സൗആത്തിക്കും വരീഷ, നിങ്ങൾക്ക് ഭംഗി തോന്നുന്ന, നഗ്നത മറയുന്ന വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം. അതിലൽപ്പം അതിന്റെ പ്രൊഡക്റ്റിനനുസരിച്ച് പൈസ കൂടിയോ അതല്ല കുറ്റം. എന്നാൽ അതിനു പകരം ശരീരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ മറക്കാത്ത ലക്ഷക്കണക്കിന് വസ്ത്രം ധരിച്ച് കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചാൽ അത് കുറ്റം തന്നെയാ. പക്ഷേ ഇവിടെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി, അൽ കിബ്റു ബത്തറുൽ ഹഖി വഗംതുൻ നാസ്. കിബ്ർ എന്നാൽ സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ പുച്ഛത്തോടെ കാണലുമാ, ആ ജനങ്ങളെ അവഗണിക്കല. അതുകൊണ്ട് തന്നെ ഹബീബ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, എളിമയുണ്ടാവുക, അതല്ലെങ്കിൽ താഴ്മ കാണിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അന്തസ്സ. അറിവ് കൂടുമ്പോ, സമ്പത്ത് കൂടുമ്പോ, അവന്റെ ജീവിതത്തിലുള്ള റബ്ബ് നൽകുന്ന അധികാരങ്ങളും പദവികളും കൂടുമ്പോ മനുഷ്യൻ കൂടുതൽ കൂടുതൽ വിനയാന്വിതനാവണം, അള്ളാഹുവിന്റെ മുൻപിലും അടിമകൾക്ക് മുൻപിലും. അതുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ പേരുകെട്ട, അള്ളാഹുവിന്റെ തിരുദൂതനിൽ നിന്ന് മാർഗം സ്വീകരിച്ചിരുന്ന പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു ചരിത്രം രേഖപ്പെടുത്താറുണ്ട്. മദീന പള്ളിയിൽ അന്ന് സ്പെയിനിൽ നിന്നും വന്ന ഗാസിബ് ഇബ്നു ഗൈസ് എന്നൊരു മനുഷ്യൻ ആ മദീന പള്ളിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ ആ മദീനത്തുള്ള ഒരു വ്യക്തിയും കയറിയിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഇബ്നു അബി ദഅബ എന്നായിരുന്നു. അകത്തേക്ക് കയറിയ ഉടനെ ഗാസിബ് ഇബ്നു ഗൈസ് 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ചു. കൂടെ കയറിയ ഇബ്നു അബി ദഅബ അവിടെ തന്നെ ഇരിക്കുകയും ചെയ്തു. തന്റെ 2 റക്അത്ത് നമസ്കാരത്തിന് ശേഷം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, സഹോദര, താങ്കൾ തഹിയ്യത്ത് നമസ്കരിച്ചിട്ടില്ലല്ലോ, താങ്കൾ വേഗം 2 റക്അത്ത് നമസ്കരിക്കണം. ആ വാക്ക് കേട്ട ഉടനെ ഇബ്നു അബീ ദഅബ എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിരിക്കുമ്പോഴേക്കും ആ മദീന പള്ളിയിലേക്ക് നിരവധി കുട്ടികൾ കയറി വന്ന് അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തും പഠിക്കാൻ വേണ്ടി ഇരുന്നു. അത്ഭുതത്തോടെ ഗാലിബ് ഇബ്നു ഗൈസ് അവിടേക്ക് വന്ന വ്യക്തികളോട് ചോദിച്ചു, ആരാണ് ഈ മനുഷ്യൻ? ആ നാട്ടുകാർ ബോധ്യപ്പെടുത്തി കൊടുത്തു, അന്ന് മദീന അറിയപ്പെടുന്ന ഏറ്റവും വലിയ പണ്ഡിതൻ ഇബ്നു അബീ ദഅബയാണ് ആ കുട്ടികൾക്ക് നടുവിലിരിക്കുന്നത്. ആ പണ്ഡിതനോടാണല്ലോ ഞാൻ നമസ്കരിക്കാൻ പറഞ്ഞത് എന്ന ആശങ്കയോടെ ആ ഗാലിബ് അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തപ്പോ പുഞ്ചിരിയോടെ ഇബ്നു അബീ ദഅബ തിരിച്ചു പറഞ്ഞു, സഹോദര, താങ്കൾ എന്നെ ഒരു നന്മ ബോധ്യപ്പെടുത്തി, ഞാനതനുസരിച്ചു. താങ്കൾക്കും കൂലിയുണ്ട്, എനിക്കും കൂലിയുണ്ട്. ഇതായിരുന്നു വിനയം. ഇതാണ് ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി. ഇന്നതിനു പകരം അല്പം അറിവ് കൂടുമ്പോഴേക്കും ജാട കൂടുന്നു, അവസ്ഥകളും കാരണങ്ങളും മാറിമറിയുന്നു. ആളുകൾക്ക് മുൻപിൽ അധികാരം കൂടുമ്പോ അഹന്തയും അഹങ്കാരവും അവനെ തേടിയെത്തിക്കൊണ്ടിരിക്കുന്നു. ആരാന്റെ സക്കാത്ത് ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ പോലും തൻ പ്രമാണിത്ത മുസ്ലിം സമുദായത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ ഞാനെന്ന ഭാവത്തോടുകൂടി ഞാൻ എന്തിനും മതിയായവനാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ ഒന്ന് ബഹുമാനിക്കണം, എന്റെ വാക്കിന് വില നൽകണം എന്ന ഒരു വേഷം കെട്ടലോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഉലമാക്കൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു പഴഞ്ചൊല്ലുണ്ട്, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊടപിടിക്കുമെന്ന ഗർവോടുകൂടി അർഹതപ്പെടാത്ത സ്ഥാനത്തെത്തിപ്പെട്ടതിന്റെ പേരിലോ റബ്ബ് നൽകിയതിന്റെ പേരിലോ അഹങ്കാരികളും പൊങ്ങച്ചക്കാരുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഹൃദയമുള്ള ഒരു വ്യക്തിയും അള്ളാന്റെ സ്വർഗം കാണുകയില്ല, റബ്ബിന്റെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, തിരുദൂതരെ, ഒരു മനുഷ്യന്റെ ഈഗോ അവനെ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ അവൻ സൂക്ഷിക്കേണ്ടതുണ്ട്? ഈഗോയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി
ആ മനുഷ്യന് തിരുദൂതൻ കൊടുത്ത ചില ഉപദേശങ്ങളുണ്ട്. മനസ്സിന് നല്ല പരിശീലനം കൊടുക്കണം, ഈഗോ കടന്നു വരാതിരിക്കാൻ. കാരണം നമസ്കരിക്കുന്ന മനസ്സിൽ ഈഗോ വരും, നോമ്പ് നോൽക്കുന്ന മനസ്സിൽ ഈഗോ വരും. തമാശയ്ക്ക് വേണ്ടി ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 5ാമത്തെ ഹജ്ജും ചെയ്തു വന്ന വ്യക്തി തന്റെ വീട്ടിൽ സന്ദർശിക്കാൻ വന്നവർക്ക് വെള്ളം കൊടുക്കാൻ നേരത്ത് അകത്ത് ഭാര്യയെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു പോലും, പെണ്ണെ, നമ്മൾ 4ാമത്തെ ഹജ്ജിന് പോയപ്പോൾ കൊണ്ടുവന്ന കുപ്പിക്ലാസ്സിൽ എടുത്തോ സംസം എന്ന് പറയുന്ന ഒരു ഈഗോ, ഒരു പൊങ്ങച്ചം, ഒരു തൻപോരിമ ഏത് ഈമാനുള്ള മനസ്സിലും കയറി വരുമെങ്കിൽ അവിടെ ഒന്നാമതായി സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഞാൻ ഒരിക്കലും പരിപൂർണനല്ല, എന്നേക്കാൾ കഴിവുള്ളവർ ഈ ലോകത്തുണ്ട്, എന്നേക്കാൾ റബ്ബ് ബഹുമാനിച്ചവരുണ്ട്, എനിക്ക് റബ്ബ് നൽകാത്ത പലതും റബ്ബ് കൊടുത്തവരുണ്ട്. ഓരോരുത്തർക്കും റബ്ബ് ഒരു നിയോഗം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നിയോഗത്തിനനുസരിച്ച് ഓരോരുത്തർക്കും കടമയുണ്ടെന്നും ആ കടമ ഞാനും കൂടി അംഗീകരിക്കണമെന്നും ഓരോരുത്തരും മനസ്സിനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, കോടീശ്വരനായൊരു മനുഷ്യൻ, കോടികൾ കയ്യിലുണ്ട്, എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല എന്ന വെപ്രാളത്തിൽ ജീവിക്കുമ്പോ ആകെയുള്ള ഒരു ആൺകുട്ടിക്ക് വലിയ അസുഖം ബാധിക്കുന്നു. ആശുപത്രിയിലേക്ക് കയറി ചെന്ന് ഡോക്ടർമാരോട് അദ്ദേഹം പറഞ്ഞത് ഒരു വാക്ക്, എന്റെ 1000കണക്കിന് കോടി ഞാൻ താങ്കൾക്ക് തരാം, എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തി തരണം. കൈമലർത്തിയിട്ട് ഡോക്ടർമാർ തിരിച്ചു പറഞ്ഞു, പരമാവധി ശ്രമിക്കാം. അന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, എന്റെ 1000 കോടിയേക്കാൾ ഡോക്ടറുടെ വിദ്യാഭ്യാസത്തിന് വിലയെന്ന്. പക്ഷെ അതേ ഡോക്ടർ പുറത്തേക്ക് വന്ന് കുടുംബക്കാരോട് പറഞ്ഞു, എന്നെ കൊണ്ടാവുന്നത് ഞാൻ ശ്രമിക്കും, പക്ഷെ എന്നേക്കാൾ കഴിവ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനാണെന്ന്. ഇതാണ് ഒരു വിശ്വാസി ഹൃദയത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. പണം കൂടിയോ പലതിന്റെ മുൻപിലും നമ്മൾ താന്നു നിൽക്കേണ്ടി വരും. ഒരൊറ്റ വാക്കുമതി, കോടികൾ ഉണ്ടാവട്ടെ, സമാധാനമില്ലെങ്കിൽ, 1 രൂപക്ക് പോലും സമാധാനം വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, കോടികൾ വെറുതെയാണെങ്കിൽ ഞാൻ പരിപൂർണനല്ല, ഞാൻ ഒരിക്കലും എല്ലാവർക്കും മേലെയല്ല എന്ന് സ്വന്തം മനസ്സിനെ ഓരോ നമസ്കാരത്തിലും നമ്മൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഞാൻ പരിശുദ്ധനല്ല, അഥവാ എല്ലാം കൊണ്ടും പരിശുദ്ധവാനല്ല എന്ന ഒരു ബോധം സ്വന്തം ഹൃദയത്തിന് ഉണ്ടാക്കി കൊടുക്കണം. രണ്ടാമത്തേത്, ഈഗോ മനസ്സിൽ ഇല്ലാതാവണമെങ്കിൽ മറ്റുള്ള ആളുകളെ ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. നല്ല നന്മയുള്ള അഭിപ്രായങ്ങൾ, നന്മയുള്ള വാക്കുകൾ അതെവിടെ നിന്ന് കേൾക്കണം, അത് കേൾക്കാനും അംഗീകരിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാവണം. ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മേക്കാൾ പ്രായക്കുറവുള്ളവരോ നമ്മേക്കാൾ അറിവില്ലാത്തവരോ കഴിവ് കുറഞ്ഞവരോ നമ്മളെ നിരൂപണം ചെയ്യുമ്പോ ആ നിരൂപണം ചെയ്യുന്ന ആളുകളോട് നമുക്ക് വെറുപ്പല്ല തോന്നേണ്ടത്, മറിച്ച് നമുക്കത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. ആരിൽ നിന്നാണോ അറിവ്, ആരാണോ നല്ലത് പറഞ്ഞു തരുന്നത്, അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, അൽ ഹിക്മത്തു, അറിവുണ്ടാവുക, ജ്ഞാനമുണ്ടാകുക എന്നുള്ളത് ളാലത്തുൽ മുഅ്മിനീനി, ഒരു വിശ്വാസിക്ക് നഷ്ടപ്പെട്ട വസ്തുവാ. എന്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു വസ്തുവാണ് അറിവ് എങ്കിൽ ഫഹൈസു വജദഹ ഫഹുവ അഹഖു ബിഹാ, അതെവിടെ നിന്ന് കിട്ടിയാലും നിങ്ങൾ അത് സ്വീകരിക്കണം. അവിടെ ഈഗോ കാണിക്കരുത്, വാശി പ്രകടിപ്പിക്കരുത്. ഒരു കാര്യം ആളുകൾ ബോധ്യപ്പെടുത്തി തരുമ്പോ അത് ഹക്കാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിച്ചേക്കണം. ഈഗോ കാണിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഈഗോ മാറാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഒരു ഈഗോയുള്ള വ്യക്തി മതി കുടുംബങ്ങൾ താറുമാറാകാൻ, ബന്ധങ്ങൾ നശിക്കാൻ. അത് ഭാര്യക്കുണ്ടാകരുത്, ഭർത്താവിനുണ്ടാകരുത്. ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിൽ സ്വന്തം ഭാര്യമാര് കൊടുത്ത ഉപദേശത്തിന്റെ പേരിൽ അള്ളാന്റെ ഹബീബ് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്, സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പെൺബുദ്ധി പിൻബുദ്ധി എന്നൊരു ധാരണ ഇസ്ലാമിക ലോകത്ത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഭർത്താവിനെ ആളുകൾക്ക് മുമ്പിൽ അപമാനിക്കാതെ സ്വന്തം എത്ര കഴിവുണ്ടെങ്കിലും ആണിന്റെ പദവിക്കനുസരിച്ച് അയാളെ മഹത്വപ്പെടുത്തുന്ന സ്ത്രീകളുമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെടുന്നത് കുടുംബത്തിൽ ഈഗോയുണ്ടാകുമ്പോഴാ. അവനേക്കാൾ എനിക്ക് പണമുണ്ടോ, ഈഗോ വന്നു. അവളേക്കാൾ എനിക്ക് സൗന്ദര്യമുണ്ടോ, ഈഗോ വന്നു. അവരെക്കാൾ തറവാടേണ്ടത് മുന്തിയതാണോ, ഈഗോ വന്നു. ആ ഈഗോന്റെ പേരിലാ പല കുടുംബങ്ങളും ഇന്ന് നരകതുല്യമായ ജീവിതം നയിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കാനും അംഗീകരിക്കാനും റബ്ബിന്റെ മുൻപിൽ എല്ലാവരും തുല്യരാണെന്ന് ചിന്തിക്കാനും ഓരോരുത്തർക്കും ഹൃദയമുണ്ടാകണം. മൂന്നാമതായി വാശി വെടിയുക.
അതല്ലെങ്കിൽ എപ്പോഴും മരണത്തെ ഓർത്തുകൊണ്ടിരിക്കുക. എന്റെ വാശി ഒരിക്കലും ഒരാളുടെയും സമാധാനം നഷ്ടപ്പെടുത്തരുത് എന്ന് ചിന്തിക്കുന്നൊരു മനോഭാവം ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി. വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായകൾ ഒരാട്ടിൻകൂട്ടിലേക്ക് ഒരാട്ടിൻകൂട്ടിലേക്ക് കയറി ചെന്നാൽ എത്ര നാശം ആ ആട്ടിൻകൂട്ടിൽ ഉണ്ടാക്കുമോ, അതുപോലെ വാശി ഒരു മനസ്സിൽ കയറിയാൽ ആ മനസ്സിൽ അത് നശിപ്പിച്ചു കളയും. രണ്ട് ചെന്നായകൾ ആട്ടിൻകുട്ടിയുടെ വീട്ടിൽ ആട്ടിൻകുട്ടിൽ നടത്തുന്ന നരനായാട്ടായിരിക്കും. വാശിയും അഹന്തയും ഒരാളുടെ ഹൃദയത്തിൽ കയറിയാൽ അവന്റെ നന്മകളെ അത് തകർക്കുമെന്നും ആ മനസ്സ് താറുമാറാക്കുമെന്നും ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി തന്നു. ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ വലിയൊരു സന്ദേശമാ ഹബീബായ നബിത്തങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ ഓരോന്നും. പല കുടുംബങ്ങളും വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും പോലും ഈഗോന്റെ പേരിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. മുഖത്തോട് മുഖം നോക്കാത്തവര്, കുതിക്കാല് വെട്ടാനും കുത്തിത്തിരിപ്പുണ്ടാക്കാനും അഹന്തയോടുകൂടി ജീവിക്കുന്നവര്, എല്ലാവർക്കും മേലെയാണ് ഞാനെന്ന ധാരണയോടുകൂടി വാക്കുകളിലും പെരുമാറ്റത്തിലും പുച്ഛത്തോടെ പെരുമാറുന്നവര്, ഇതെല്ലാം ഈ ലോകത്ത് നമുക്ക് ജയം നൽകുമെങ്കിലും 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്ന സമയത്ത് ആ ഈഗോ എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ലോകത്തിന്റെ സൃഷ്ടാവ് നമ്മളെ വിചാരണ ചെയ്യുമ്പോ സർവ്വ അമലുകളും നഷ്ടപ്പെടാൻ ഒരു ഈഗോ കാരണമാകുന്നുണ്ട് എങ്കിൽ ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കണം, ഈഗോ ഇല്ലാത്ത, പകയില്ലാത്ത, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാത്ത, ഒരാളെ പറ്റിയും മറ്റേതെങ്കിലും അർത്ഥത്തിൽ വൃത്തികേട് പറഞ്ഞു വരുത്താത്ത, ഞാൻ എന്റെ റബ്ബിന്റെ മുൻപിലെ വിനീത വിധേയനായ ഒരു അടിമയാണെന്ന ബോധത്തോടുകൂടി ഏത് സെക്കൻഡ് റബ്ബ് വിളിച്ചാലും ഒരാൾക്കും സഹായിക്കാനാവാത്തൊരു മടക്കത്തിന് എനിക്കെന്റെ തീരുമാനമുണ്ട്, എന്റെ റബ്ബിന്റെ തീരുമാനമുണ്ട് എന്ന വിശ്വാസത്തോടെ ജീവിക്കുമ്പോ അവന്റെ വാക്ക് നന്നാവും, പെരുമാറ്റം നന്നാവും. അവൻ ഇടപെടുന്ന ഏത് രംഗത്തും മറ്റുള്ളവരെ പരിഗണിക്കാൻ അവൻ തയ്യാറാവുകയും ചെയ്യും. പകരം അർഹതപ്പെടാത്തവർക്ക് അർത്ഥം കിട്ടിയതുപോലെ കുടപിടിക്കുന്ന അർത്ഥന്നാൽ അല്പന്മാർ ഏത് സമൂഹത്തിലും വളർന്നു വരും, ഏത് സമുദായത്തിലും വളർന്നു വരും, പല കുടുംബത്തിലും ഉണ്ടാകും. അത്തരക്കാർക്ക് റബ്ബിന്റെ അരികിൽ വലിയ ശിക്ഷകൾ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധത്തോടുകൂടി സ്വന്തം സ്വഭാവങ്ങളിൽ ആ ഈഗോ കടന്നു വരാതിരിക്കാൻ നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വാശിയും ഈഗോയും കടന്നു വന്നാൽ പിന്നീട് അവന്റെ ജീവിതം വലിയ പരാജയങ്ങളിൽ എത്തിപ്പെടും. ജനങ്ങൾക്കും അള്ളാഹുവിനും അവൻ വെറുക്കപ്പെട്ടവനാകും എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ചരിത്രം. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന സന്ദർഭത്തിൽ കേവലം 314 സഹാബാക്കളെയും കൂട്ടി 900-ൽ പരം വരുന്ന ശത്രു സൈന്യത്തോട് എതിരിടാൻ പുറപ്പെടുമ്പോൾ ബദറിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കിണറിന്റെ അരികിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് തമ്പടിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന തുണികളെ കൊണ്ടൊക്കെ ആ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് താമസിക്കാനുള്ള, മണൽക്കാറ്റിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ സഹാബത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത്ര പ്രസക്തനല്ലാത്ത ഹുബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബ്ബാബ് ബിൻ മുൻദിറിനോട് ചോദിച്ചു, എന്തേ ഹബ്ബാബ്? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പ്രവാചകരെ, റബ്ബിന്റെ തീരുമാനപ്രകാരമാണോ താങ്കൾ ഇവിടെ ഞങ്ങളോട് ടെന്റ് കെട്ടാൻ കൽപ്പിച്ചത്? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, അല്ല ഹബ്ബാബ്, എങ്കിൽ എനിക്കൊരു അഭിപ്രായമുണ്ട് റസൂലേ.
പ്രവാചകന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദികളായിരുന്ന സിദ്ദീഖുൽ അക്ബർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരടക്കമുള്ള വലിയൊരു സഹാബത്ത് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ ഹബ്ബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, അല്പം കൂടി മുൻപോട്ട് പോയാൽ വെള്ളമൊഴുകുന്ന ഒരരുവിയും വീണ്ടും ഒരു കിണറും വെള്ളം കൂടുതൽ കിട്ടുന്ന ഒരു സാഹചര്യപ്പെട്ട ഒരു പ്രദേശവുമുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറി അവിടെ തമ്പടിക്കാം. ഈ കിണറിലെ വെള്ളമെങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ ബുദ്ധിമുട്ടും. ശത്രുക്കളെ ആ സ്ഥലത്തേക്ക് കയറി വന്നാൽ പിന്നെ വെള്ളം കിട്ടാതെ നമ്മൾ വെപ്രാളപ്പെടും. അവിടെയാണെങ്കിൽ പല ഭാഗത്തേക്ക് ചെന്നാലും വെള്ളം കിട്ടും. അള്ളാഹുവിന്റെ ഹബീബിന് ആ അഭിപ്രായം വലിയ സന്തോഷം തോന്നി. ഉടനെ തന്നെ അവിടെ കെട്ടാനൊരുങ്ങിയിരിക്കുന്ന സ്വഹാബത്തിനോട് കൽപ്പന കൊടുത്തു, നിങ്ങൾ വേഗം അതെല്ലാം പൊളിച്ച് ഹബ്ബാബ് ബിൻ മുൻദിർ പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു വരണം. ഹബ്ബാബിന്റെ അഭിപ്രായം ഈ മുസ്ലിം സമൂഹത്തിന് ഏറെ ഉപകാരമുള്ള അഭിപ്രായമാണ്. ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരഭിപ്രായം കേൾക്കുമ്പോ അതെനിക്ക് ഇഷ്ടമില്ലാത്തവൻ പറഞ്ഞു എന്ന കാരണത്തിന്റെ പേരിൽ അവഗണിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോ എനിക്കിഷ്ടമില്ലാത്തവർ അവിടെയുള്ളത് കൊണ്ട് അനീതിക്ക് കൂടെ നിൽക്കുന്നവർ ഈഗോക്കാരുണ്ട്. ഈഗോ കൊണ്ട് മാത്രം ബാധ്യതയിൽപ്പെട്ടവരുണ്ട്. അവരൊക്കെ ഓർമ്മിക്കേണ്ട ഒരു വചനം, ഇയ്യാക്കും വത്തമാഹ്. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ വാശിയെ സൂക്ഷിക്കണം, ഈഗോയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹുൽ ഫഖറ അൽ ഹാദിരി. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ വില കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ. ജീവിച്ചിരിക്കുന്ന കോടീശ്വരന്റെ വില കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ. ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്റെ വില കുറഞ്ഞ സ്വഭാവമാണ് ഈഗോ. ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ, അധികാരികളുടെ വില കുറഞ്ഞ ദാരിദ്ര്യ സ്വഭാവമാണ് ഈഗോ. അപ്പൊ എത്രയേറെ പവർ ഉണ്ടെങ്കിലും ആ വില കുറഞ്ഞൊരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദുർഗന്ധം. അതുകൊണ്ട് തന്നെ ഏത് പദവിയിലാണെങ്കിലും സ്ഥാനത്താണെങ്കിലും നമ്മളെ കൊണ്ട് ഒരാളുടെ കൽബ് വേദനിക്കുന്നില്ലെന്നും ഒരാളുടെയും ഹൃദയത്തിൽ ഈഗോ കൊണ്ട് ഞാൻ ഒരു വെറുപ്പ് ബാധിച്ചിട്ടില്ലെന്നും ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അടയാളമെങ്കിൽ ആ ഈഗോ, വാശി, അഹന്ത ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്ത നിലക്ക് റബ്ബിനോട് പ്രാർത്ഥിച്ച് അവനവന്റെ രംഗത്തിടപെടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ ആ അഹന്തയും ചില വാക്കുകളൊക്കെ ഒരു വ്യക്തി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജാവായിട്ട് ജനിച്ചു, രാജാവായിട്ട് ജീവിച്ചു, ഇനി രാജാവായിട്ട് എനിക്ക് മരിക്കണം. പക്ഷെ മരണത്തിന്റെ മുൻപ് ശരീരത്തിൽ കിട്ടിയ പരീക്ഷണത്തിന്റെ പേരിൽ നരകിച്ച് പുഴുക്കുത്ത് പോലെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കുന്ന റബ്ബിനോട് പറയണം, റബ്ബേ, നീ എടുത്താ തീരാവുന്നത് എന്റെ കയ്യിലുള്ളൂ, നീ തടഞ്ഞാ തീരാവുന്നത് എന്റെ ഉള്ളൂ. നീ എങ്ങാനും തീരുമാനിച്ച ഏത് കൊമ്പത്തുനിന്ന് വലിച്ച് താഴടാനും എനിക്ക് പറ്റെങ്കിൽ നീ എന്നെ കാക്കണം റബ്ബേ. നിനക്കിഷ്ടപ്പെട്ട ഇബാദത്തോടുകൂടി നിന്നിലേക്ക് എനിക്ക് ചേരാൻ സാധിക്കണം റബ്ബേ എന്ന പ്രാർത്ഥനയോടെ ജീവിച്ചാൽ നമ്മളെ സമീപിക്കുന്ന സൗഹൃദങ്ങൾ നമ്മളെ വാക്കുകളാൽ സന്തോഷിക്കും. നമ്മൾ ഇടപെടുന്ന രംഗം വളരെ മനോഹരമാകും. അതാണ് വിശ്വാസിന്റെ ദീനും വിശ്വാസിന്റെ ഇസ്ലാമും. ആ ഇസ്ലാമിന് പലർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഇസ്ലാമുണ്ട്, അതല്ലെങ്കിൽ ഖുർആൻ ക്ലാസിന്റെയും ഖുർആൻ പഠനത്തിന്റെയും ഇസ്ലാമുണ്ട്. ഈഗോയും വാശിയും അഹന്തയും തീരാത്ത മനസ്സുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പൂർണ്ണതയല്ല എന്ന ഹബീബിന്റെ വാക്ക് മറക്കാതെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുക. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. ചെറുതും വലുതുമായ ഒരുപാട് പരീക്ഷണങ്ങളിൽ, സുക്കേടുകളിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. എല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകുകയും ചികിത്സ നടത്തുന്നവർക്ക് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ വാക്കുകളെ കൊണ്ട് നീ സമാധാനം നൽകുകയും ചെയ്യണമേ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചോദിച്ചവരുണ്ട്. അസുഖം ബാധിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആളുകൾ, എന്താണോ റബ്ബെ ഓരോരുത്തർക്കും ഖൈറായത്
ആ ഹൈറായ കാര്യത്തിലേക്ക് അവർക്ക് നീ സമാധാനം നൽകണമേ. സാമ്പത്തിക ഞെരുക്കം കൊണ്ടും കടബാധ്യത കൊണ്ടും ഏറെ ബുദ്ധിമുട്ടുന്ന പലരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. ഹലാലായ നിലക്ക് സമ്പാദിക്കാനും ബാധ്യതകൾ തീർക്കാനും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബേ, ഗസയിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്ത് അങ്ങേയറ്റം പട്ടിണി കടന്നും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയവും സമാധാനവും ഭക്ഷണവും നൽകി ഓരോ സമൂഹത്തോടും നീ കാരുണ്യം കാണിക്കണമേ. വളർന്നുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ. റബ്ബനാ അത്തിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.